കുറുപ്പമ്പടി സീഡ് സൊസൈറ്റിയുടെ മറവിൽ കോടികളുടെ അഴിമതിയെന്ന ആരോപണം. സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ പങ്കും അന്വേഷിക്കണമെന്ന് CPM. ഇതുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച CPIM കുറുപ്പമ്പടി, കീഴ്ളം, മുടക്കുഴ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. കുറുപ്പമ്പടിയിൽ പ്രവർത്തിക്കുന്ന സീഡ് സൊസൈറ്റിയുടെ മറവിൽ ഇരുചക്രവാഹനങ്ങളും ഗൃഹോപകരണങ്ങളും പകുതി വിലയ്ക്കെന്ന വാഗ്ദാനം നൽകി കോടികളുടെ അഴിമതി നടത്തിയെന്ന ആരോപണം ഉയരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്കും പങ്കുണ്ട് എന്നാണ് ഇടതുപക്ഷത്തിന്റെ വാദം. അഴിമതിയിൽ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി ബുധനാഴ്ച CPIM കുറുപ്പമ്പടി, കീഴിലം, മുടക്കുഴ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് NC മോഹനൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ഇനി ആരും വിശദീകരിച്ചില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ മനുഷ്യർക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങൾ കൊണ്ട് നല്ല തിരിച്ചറിവും ഉണ്ടായിട്ടുണ്ട്. ഒരു പുതിയ പ്രയോഗം വന്നിരിക്കുകയാണ് മലയാള ഭാഷയിൽ, പാതിവില തട്ടിപ്പ്. നമ്മൾ ഇതിനു മുമ്പ് അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ പാലേരി മാണിക്യം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായി. ഇപ്പൊ പാതിവില തട്ടിപ്പ് എന്നൊരു പ്രയോഗം മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ച ഭാഷാ വിശാരദന്മാർ ആരെന്ന് നോക്കുമ്പോഴാണ് അവരെല്ലാം BJPയിലും കോൺഗ്രസിലും ഉള്ളവരാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്രയെല്ലാം ഭാഷാ നൈപുണ്യമുള്ളവരാണോ BJPയിലും കോൺഗ്രസിലും ഒക്കെ ഉള്ള നേതാക്കന്മാർ എന്ന് ആലോചിച്ചു പോയാൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ തട്ടിപ്പിന് ഗിന്നസ് ബുക്ക് അവാർഡ് കൊടുക്കുമെങ്കിൽ ആ അവാർഡ് കൊടുക്കേണ്ട നേതാക്കന്മാരാണ് BJPക്കകത്തും കോൺഗ്രസിനകത്തും ഉള്ളത് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കീഴിലം ഏരിയ സെക്രട്ടറി N. പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ സെക്രട്ടറി CM അബ്ദുൽ കരീം, രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ, നേതാക്കളായ ഹരിദാസ് KN, S. മോഹനൻ, EV ജോർജ്, R. അനീഷ്, ബിജു KV, RM രാമചന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് സീഡ്സ് എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നടന്നതെന്ന് ഇടതു നേതാക്കൾ ആരോപിച്ചു. മുൻകൂറായി പണം അടച്ചാൽ 50% വിലക്കുറവിൽ ഗൃഹോപകരണങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവ നൽകാമെന്നായിരുന്നു വാഗ്ദാനം. സ്ത്രീകൾക്കായി 1.5 ലക്ഷം രൂപയുടെ വാഹനം 60,000 രൂപയ്ക്ക് നൽകാമെന്ന വ്യാജേന തൊഴിലുറപ്പ്, കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്നും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് ആക്ഷേപമുയരുന്നത്. കുറുപ്പമ്പടിയിലെ കോൺഗ്രസ് നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഈ സ്ഥാപനത്തിലെ അഴിമതി അവസാനിപ്പിക്കാൻ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ഇടതു നേതാക്കൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെയും BJPയുടെയും ഉന്നതരായ നേതാക്കന്മാർ ജനങ്ങളെ പറ്റിക്കുന്ന കാര്യത്തിൽ, തട്ടിപ്പ് നടത്തുന്ന കാര്യത്തിൽ അവരെല്ലാവരും ഒന്നാണ് എന്ന് ഇതുവരെയുള്ള വാർത്തകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി പകുതി വിലക്ക് ഞങ്ങൾ പ്രത്യേകിച്ച് വനിതകൾക്ക് 2 വീലറും അതോടൊപ്പം തന്നെ ഗൃഹോപകരണങ്ങളെല്ലാം വിതരണം ചെയ്യുകയാണ്. വളരെ ലാഭകരമായ ഏറ്റവും മികച്ച ഒരു പരിപാടിയാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്ത് നടപ്പാക്കുന്നത് എന്ന് നാട്ടിൽ പ്രചരിപ്പിക്കുകയാണ്. എങ്ങനെയെല്ലാം ഇതിലേക്ക് ആകർഷകമാകാൻ പറ്റുമോ ആ തരത്തിലുള്ള പ്രചാര വേലയാകെ സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം ഈ വെളിച്ചത്ത് അതുപോലെ ഈ പാവങ്ങളെ ആകെ ആകർഷിച്ച് അവരെ കൊണ്ടുവന്ന് ഇന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ടുള്ള ചില ഏജന്റുമാരായി നമ്മുടെ നാട്ടിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കന്മാർ വരെ ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.